സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക്. ഇന്ന് നമ്മുടെ കാറ്റഗറി 1 എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നിങ്ങളിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും ഉണ്ടാവുക അല്ലേ. ആൻസേഴ്സൊക്കെ നിങ്ങൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, ചെയ്യുന്നൊരു ടൈമായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വളരെ പ്രധാനപ്പെട്ട സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് എങ്ങനെയാണ് വരുന്നതിലെ കാര്യങ്ങളൊക്കെ നോക്കാം. പൊതുവെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കിയേക്കാവുന്ന അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെ ബുദ്ധിമുട്ടായതും ഉണ്ടായേക്കാം അല്ലേ. പൊതുവെ എന്താണ് ഒരു മോശമില്ലാത്ത രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് തോന്നിയത് സൈക്കോളജിയുടെ. അത്യാവശ്യം നിങ്ങൾക്ക് 20+ സ്കോർ ചെയ്യാൻ പറ്റുമായിരിക്കും. നമുക്ക് നോക്കാം, ലാസ്റ്റ് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ഞാൻ വീണ്ടും ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാം. നമ്മൾ ഇത് വായിക്കുമ്പോൾ കാണുന്ന ആ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ജസ്റ്റ് ഒരു ആൻസർ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു കാരണവശാലും ഏത് സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ കീ ഇപ്പോൾ കിട്ടിയാലും നിങ്ങളുടെ സ്കോർ കൂട്ടി നോക്കാൻ പാടില്ല. അത് പരീക്ഷാ ഭവൻ്റെ പ്രൊഫഷണൽ ആൻസർ കീ വന്നതിന് ശേഷം മാത്രം നോക്കിയാൽ മതി. ഓക്കെ, കാരണം എത്ര എക്സ്പെർട്ടായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും 1-2 ഒക്കെ പരീക്ഷാ ഭവൻ്റെ കീ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചസ് വരാറുണ്ട്, മാറ്റം വരാറുണ്ട്. അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാകും നമ്മൾ കൂട്ടി നോക്കിയാൽ. ക്ലിയർ? അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഇങ്ങനെയാണ് വരിക. ഞാൻ 2 മീഡിയത്തിലേയും ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, ഞാൻ ഒരു മീഡിയം മാത്രമേ വായിക്കുന്നുള്ളൂ. കാരണം എക്സാം അറ്റൻഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ആൻസർ ചെക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ബാക്കിയുള്ളവർ പോസ് ചെയ്തിട്ട് നിങ്ങൾ മീഡിയം ഏതാണെന്ന് വെച്ചാൽ അത് വായിക്കുക. ക്ലിയർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: താഴെ പറയുന്നവയിൽ ഏതായിരിക്കും ഒരു കുട്ടിയുടെ സ്കൂൾ പരീക്ഷയിലെ തോൽവിക്ക് ഏറ്റവും അനുയോജ്യമായ കാരണം? അല്ലേ, ഒരു കുട്ടിയുടെ സ്കൂൾ പരീക്ഷയിലെ തോൽവിക്ക് ഏറ്റവും അനുയോജ്യമായ കാരണം ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് നോക്കാം. കുട്ടി താഴ്ന്ന സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടിൽ നിന്നും വരുന്നു. കുട്ടിയുടെ വിജയങ്ങൾക്ക് ധനപരമായ പാരിതോഷികം നൽകുന്നില്ല. കുട്ടിയുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളും അനുസരിച്ചുള്ള അധ്യാപനം നൽകുന്നില്ല. അതുപോലെ തന്നെ കുട്ടിക്ക് പരീക്ഷകൾ എഴുതാൻ മുഷിവ് തോന്നുന്നു. അപ്പോൾ ഇതിലേതായിരിക്കും കുട്ടിയുടെ പരീക്ഷയിലെ തോൽവിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാരണം ഉണ്ടാവുക? ഏറ്റവും അനുയോജ്യമാണ് ചോദിച്ചതെന്ന് വെച്ചാൽ വായിക്കുമ്പോൾ നമുക്ക് എല്ലാം ഒരുപോലെ തോന്നും, പക്ഷേ അതിൽ ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഏതാണ് ചോദ്യം അല്ലേ. താഴ്ന്ന സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാട്, ഒരിക്കലും എന്താണ് സാമ്പത്തിക ചുറ്റുപാട് നോക്കിയിട്ടല്ല നമ്മുടെ വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് അല്ലേ. പിന്നെ കുട്ടിയുടെ വിജയങ്ങൾക്ക് ധനപരമായ പാരിതോഷികം നൽകുന്നില്ല. ധനപരമായ സാമ്പത്തികമായിട്ടുള്ള പാരിതോഷികം കൊടുക്കണം നിർബന്ധമില്ല, ജസ്റ്റ് ഒരു മോട്ടിവേഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് മാത്രം മതി അല്ലേ. കുട്ടിക്ക് പരീക്ഷകൾ എഴുതാൻ മുഷിവ് തോന്നുന്നു, അതൊരു കാരണമല്ല. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ സി തന്നെയാണ്. ഏതാണ് വരിക? കുട്ടിയുടെ ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചുള്ള അധ്യാപനം നൽകുന്നില്ല എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ. കുട്ടിയെ മനസ്സിലാക്കിക്കൊണ്ടുതന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള അധ്യാപനം നടത്തേണ്ടതാണ്, കൊടുക്കേണ്ടതാണ്. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഗവേഷകർ സമജാത ഇരട്ടകളിൽ ധാരാളം പഠനങ്ങൾ നടത്തുകയും അവരുടെ ബുദ്ധിശക്തി വളരെയധികം ബന്ധമുള്ളതായി കണ്ടെത്തുകയും ചെയ്തു. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? സമജാത ഇരട്ടകളെന്ന് വെച്ചാൽ ഐഡൻറ്റിക്കൽ ട്വിൻസ്. ഓക്കെ, ഇരട്ടകളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇരട്ടകളെ എടുത്ത് അവരൊരു പഠനം നടത്തിയപ്പോൾ എന്ത് മനസ്സിലായി? ബുദ്ധിശക്തി വളരെയധികം ബന്ധമുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ധാരാളം പഠനം നടത്തിയപ്പോൾ അവരുടെ എല്ലാവരുടെയും ബുദ്ധിശക്തി ഏകദേശം ഒരുപോലെ നല്ല റിലേറ്റ് ആയിട്ട് കാണുന്നുണ്ട്. എന്താണ് അതിൻ്റെ കാര്യം? ഓപ്ഷൻ നോക്കിയേ. വികസനത്തെ പാരിസ്ഥിതിക ഘടകങ്ങൾ സ്വാധീനിക്കുന്നു, വികസനത്തെ പാരമ്പര്യ ഘടകങ്ങൾ സ്വാധീനിക്കുന്നു, വികസനത്തെ സാമൂഹ്യ ഘടകങ്ങൾ സ്വാധീനിക്കുന്നു, അതുപോലെ തന്നെ വികസനത്തെ സാംസ്കാരിക ഘടകങ്ങൾ സ്വാധീനിക്കുന്നു. അപ്പോൾ നമുക്ക് ആൻസർ പറയാൻ പറ്റുന്ന ഏതാണ്? ഇതിൽ കൃത്യമായിട്ടുള്ള സംശയത്തിനൊന്നും ആവശ്യമില്ല. രണ്ടാളും ഒരുപോലെയാണ്, ഐഡൻറ്റിക്കൽ ട്വിൻസാണ്, ഒരേ ഫാമിലിയിലുള്ളവരാണ്, ഒരു ബുദ്ധിമുട്ടും വേണ്ട, പാരമ്പര്യമായിട്ട് അവർ ഒരുമിച്ചാണ് അല്ലേ. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹെറിഡിറ്ററി ഫാക്ടേഴ്സാണ്. ഡെവലപ്മെൻറ്റ് 2 ഫാക്ടേഴ്സ് നിങ്ങൾക്ക് അറിയാം. എന്താണ്? ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? പാരമ്പര്യ ഘടകങ്ങൾ എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സമീപസ്ഥ വികാസ മണ്ഡലം അഥവാ ZPD എന്ന ആശയം രൂപപ്പെടുത്തിയത് ആര്? ഇത് നമ്മൾ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല അല്ലേ, നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ZPD ആരാണ്? വൈഗോസ്കി ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ്, വൈഗോസ്കി തന്നെയാണ് ഇവിടെ വരിക. ഓക്കെ, വൈഗോസ്കി ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഗൃഹപാഠം ചെയ്യാത്തതിന് ഒരു ടീച്ചർ ഒരു കുട്ടിയെ ശിക്ഷിക്കുന്നു, വേറൊരു ടീച്ചർ അതേ കുട്ടിയെ കുറവ് മാർക്ക് ലഭിച്ചതിന് ശിക്ഷിക്കുന്നു. എല്ലാ ടീച്ചർമാരും കുട്ടികളെ ശിക്ഷിക്കുന്നു എന്ന നിർണ്ണയത്തിൽ കുട്ടി എത്തിച്ചേരുന്നു. ഇത്തരത്തിലുള്ള ചിന്തയെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചത്. ഹോംവർക്ക് ചെയ്യാത്തതിന് ഒരു ടീച്ചറിന് അടി കിട്ടി അല്ലേ. പിന്നെന്താണ് പറഞ്ഞത്? പിന്നെന്താ, വേറൊരു ടീച്ചർ അതേ കുട്ടീനെ മാർക്ക് കുറഞ്ഞു പോയതുകൊണ്ട് അതിൻ്റെ പേരിൽ അടി കൊടുത്തു. അപ്പോൾ കുട്ടി ഇങ്ങനെ ചിന്തിക്കുവാണ്, എല്ലാ ടീച്ചർമാരും ടീച്ചർമാർ പറഞ്ഞാൽ തന്നെ അടിക്കുന്ന ടീമാണ് അല്ലേ, എല്ലാ ടീച്ചർമാരും അടിക്കുന്നവരാണെന്നുള്ളൊരു ധാരണ കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുന്നു അല്ലേ. ഒരു റീസണിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആൻസർ എഴുതുന്നത് തന്നെയാണ് ഇവിടെ. യുക്തിചിന്ത, പ്രശ്നപരിഹാരം, അന്വേഷണം, സർഗ്ഗപരത. സംശയം വേണ്ട, ആൻസർ ഓപ്ഷൻ എ ആണ്. യുക്തി ചിന്തയാണ്, റീസണിംഗ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത നമ്മൾ പോകുന്നു 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3 വയസ്സുള്ള ഒരു കുട്ടിക്ക് പെൻസിൽ ശരിയായി പിടിച്ച് അക്ഷരങ്ങൾ എഴുതാൻ സാധിക്കുന്നില്ല. എന്നാൽ ആ കുട്ടിക്ക് 5 വയസ്സാകുമ്പോൾ അത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നു. താഴെ പറയുന്നവയിൽ ഇതിന് കാരണം എന്താണ്? 3 വയസ്സായ സമയത്ത് ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൃത്യമായിട്ട് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് അക്ഷരങ്ങളൊന്നും എഴുതാൻ പറ്റിയില്ല. പക്ഷേ 5 വയസ്സായപ്പോഴേ അത് കൃത്യമായിട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. ഓപ്ഷൻസ് ഒക്കെ: അവൻ്റെ പഠനാന്തരീക്ഷം, അവൻ്റെ പഠനവേഗം, അവൻ്റെ പഠനശൈലി, പഠനത്തിലുള്ള അവൻ്റെ പരിപക്വനം. ഏതാ വരുക?
ചിലപ്പോൾ പഠന വേഗമൊക്കെ ആയി നിങ്ങൾക്ക് തോന്നും അല്ലേ, അല്ലെങ്കിൽ പഠനാന്തരീക്ഷം അറ്റ്മോസ്ഫിയർ ലേണിംഗ് അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിട്ട് തോന്നും. അതൊന്നും ഒരു കാരണമല്ല. ഓക്കെ, അത് 3 വയസ്സിലെ കുട്ടി ചിലപ്പോൾ 5 വയസ്സായാലും 10 വയസ്സായാലും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഏതാ, പഠനത്തിലുള്ള അവൻ്റെ പരിപക്വനമാണ് കേട്ടോ. ഹിസ് മെച്ചുറേഷൻ ഫോർ ലേണിംഗ്, പഠനത്തിലുള്ള അവൻ്റെ പരിപക്വനം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആൽഫ കോഡ് ബി ആണ് കേട്ടോ, ബി ആണ്. ഓക്കെ, ഇനി 6th ക്വസ്റ്റ്യൻ. ഒരു ടീച്ചർ കുട്ടികളിൽ പ്രശ്ന പരിഹരണ ശേഷി വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ഇതിന് സഹായകമാകുന്നത്? ഒരു ടീച്ചർ കുട്ടികളിൽ പ്രശ്ന പരിഹരണ ശേഷി വളർത്തിയെടുക്കാൻ സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. താഴെ പറയുന്നവർ ഏതാണ് ഇതിന് സഹായകമാകുന്നത്? പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോക്കാം. കുട്ടികൾക്ക് ക്ലാസ് ടെസ്റ്റുകൾ നൽകുക, കുട്ടികൾക്ക് ഇമ്പോസിഷൻ നൽകുക, കുട്ടികളെ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ കുട്ടികളെ അധ്യാപനത്തിൽ ശ്രദ്ധിക്കാൻ പ്രേരിപ്പിക്കുക. ഇതിൽ നമുക്ക് ഏതാ പറയാൻ പറ്റുമോ? കുട്ടികളിലെ പ്രശ്ന പരിഹരണ ശേഷി വളർത്തിയെടുക്കാനാണ് ടീച്ചർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ടീച്ചർ ഒരിക്കലും എന്ത് ചെയ്യില്ല, കുട്ടികൾക്ക് ക്ലാസ് ടെസ്റ്റുകൾ നടത്തൂലല്ലോ. ക്ലാസ് ടെസ്റ്റുകൾ നടത്താം, പക്ഷേ നടത്തിക്കൊണ്ട് പ്രശ്ന പരിഹരണ ശേഷി ഒരിക്കലും ഡെവലപ്പ് ആവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പിന്നെ വരുന്ന കാര്യം നോക്കിയാൽ കുട്ടികൾക്ക് ഇമ്പോസിഷൻ നൽകുക. ഇമ്പോസിഷൻ നൽകിക്കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലേ, പറ്റില്ല. പിന്നെന്താ, കുട്ടികളെ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ കുട്ടികളെ അധ്യാപനത്തിൽ ശ്രദ്ധിക്കാൻ പ്രേരിപ്പിക്കുക. ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ആ ഒരു സ്കില്ല് ഡെവലപ്പ് ആവണമെന്നില്ല. അപ്പോൾ ആൻസർ വരുന്നത് കുട്ടികളെ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. എൻകറേജ് ചിൽഡ്രൻ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, അല്ലാതെ നമ്മൾ ഒന്നും മിണ്ടാതിരിക്കുന്ന കുട്ടി ആയതുകൊണ്ട് നമുക്ക് ക്ലാസ് പെട്ടെന്ന് എടുത്ത് പോകാം എന്നുള്ള ധാരണയിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്നും തുടർച്ചയായതും സമഗ്രമായതുമായ വിലയിരുത്തലിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നുമില്ല, തുടർച്ചയായതും സമഗ്രമായതുള്ള വിലയിരുത്തൽ വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് വാല്യുവേഷനാണ്, CE അല്ലെങ്കിൽ CCE ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഉള്ള ശരിയായ പ്രസ്താവന, ശരിയായതാണ് വേണ്ടത്. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, നോക്കാം. 1, കുട്ടികളുടെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുക, മാർഗദർശനവും ഉപബോധവും നൽകുക, കുട്ടികളെ പതിവായും ചിട്ടയോടുകൂടിയും വിലയിരുത്തുക, അതുപോലെ വ്യത്യസ്തനായ ഒരു കുട്ടിയെ കണ്ടെത്തുക എന്നിങ്ങനെയുള്ള 4 പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് CCയുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഏതാ പറയാൻ പറ്റുക? അതിൻ്റെ ലക്ഷ്യമായിട്ട് 1, കുട്ടികളുടെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുക. തീർച്ചയായിട്ടും അല്ലേ, നമ്മൾ ഈ ഒരു തുടർച്ചയും സമഗ്രവുമായിട്ടുള്ള ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ വിലയിരുത്തൽ എന്ന് വെച്ചാൽ അത് തന്നെയാണ്. കുട്ടികളുടെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് അതിൽ നമുക്കൊരു ഒരു ഡൗട്ടിൻ്റെ ആവശ്യം ഇല്ല, അത് കറക്റ്റാണ്. മാർഗദർശനവും ഉപബോധവും നൽകുക മീൻസ് കൗൺസിലിംഗ് ആണ്, പ്രൊവൈഡ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേക സിറ്റുവേഷനിലാണ് നമ്മൾ കൊടുക്കുക അല്ലേ, അല്ലാതെ എല്ലാവർക്കും എല്ലായ്പ്പോഴും നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ലക്ഷ്യമല്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ അതങ്ങ് വിട്ടു. ഞാൻ ഇതിൻ്റെ ഓപ്ഷനിലേക്ക് പോകാൻ പറഞ്ഞുതരാം. ഇവിടെ ഇങ്ങനെ ഉണ്ട് പ്രസ്താവന 2, 4, പ്രസ്താവന 1, 3, 2, 4 അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ അടുത്ത എക്സാം എഴുതാൻ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എല്ലാം വായിച്ച് കിട്ടുന്നവർ നിങ്ങൾ കാത്തിരിക്കാൻ പാടില്ല. ഒരെണ്ണം ശരിയായിട്ട് കിട്ടിയാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ 1 വരുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ടോ നോക്കുക. ഇവിടെ ഇപ്പോൾ 1 ശരിയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ 1 വരുന്ന ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ ബി ആണ് ഇവിടുന്ന് കറക്റ്റ് ആൻസർ എന്ന് ഇവിടെ തന്നെ പറയാൻ പറ്റും. മനസ്സിലായില്ലേ? അങ്ങനെ പറയാം. ഇനിയിപ്പോൾ 2 മാർഗ്ഗദർശനം ഉപബോധം അത് ശരിയല്ല എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം, ആ 2 വന്നിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ അങ്ങ് ഒഴിവാക്കാം നമുക്ക് തോന്നാം. വന്ന് നോക്കുമ്പോൾ ഇതാ ഓപ്ഷൻ എയിൽ 2 ഉണ്ട്, ഓപ്ഷൻ സിയിലും 2 ഉണ്ട്. അപ്പോൾ അത് 2 നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം. ഓക്കെ, അതിന് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ബിയും ഡിയും മാത്രം നോക്കിയാൽ മതി. അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി 4ാമത്തെ നോക്കിയേ, വ്യത്യസ്തനായ ഒരു കുട്ടിയെ കണ്ടെത്തുക. ഒരിക്കലും CCൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ വ്യത്യസ്തനായിട്ടുള്ള ഒരു കുട്ടിയെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ കുട്ടികളുടെ പതിവായും ചിട്ടയോടും കൂടി വിലയിരുത്തുക, അതുപോലെ മീൻസ് കണ്ടിന്യൂസ് ആണ്. അതുപോലെ അവരുടെ സമ്മർദ്ദം കുറയ്ക്കുക. ഇതൊക്കെയാണ് വരിക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, താഴെ പറയുന്നവർ കുട്ടികളുടെ വിജയത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകം ഏത്? കുട്ടികളുടെ വിജയത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകം, വിജയത്തിൻ്റെ ഘടകമല്ല, തടസ്സപ്പെടുത്തുന്നത്. ഓക്കെ, ടീച്ചർ കുട്ടിയെ ഓരോ സമയവും പ്രോത്സാഹിപ്പിക്കുക, ടീച്ചർ കുട്ടികളോട് ഫലപ്രദമായ രീതിയിൽ ആശയവിനിമയം നടത്താതിരിക്കുക, ടീച്ചർ കുട്ടികളെ ലക്ഷ്യം നേടിയെടുക്കാൻ പ്രേരിപ്പിക്കുക, അതുപോലെ തന്നെ ടീച്ചർ കുട്ടികളുടെ സംശയങ്ങൾ ദൂരീകരിക്കുക. ഫലപ്രദമായ പഠനം നടക്കണമെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ വിജയത്തിലേക്ക് എത്തുന്ന ഘടകങ്ങളാണ് ഏതൊക്കെ? ടീച്ചർ കുട്ടികൾ സംശയം ദൂരീകരിക്കുക തീർച്ചയായിട്ടും ചെയ്യണം അല്ലേ, അത് വിജയത്തിലേക്ക് എത്തിക്കുന്ന ഘടകമാണ്. നമുക്കതല്ല വേണ്ടത്. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇത് എന്തല്ല, നമ്മുടെ ചോദ്യമായി നോക്കുമ്പോൾ ഇത് ശരിയല്ല, പക്ഷേ ടീച്ചർ ചെയ്യേണ്ട കാര്യമാണ് ഇത്. ടീച്ചർ കുട്ടികളെ ലക്ഷ്യം നേടിയെടുക്കാൻ പ്രേരിപ്പിക്കുക. തീർച്ചയായിട്ടും ടീച്ചർ പ്രേരിപ്പിക്കണം, പക്ഷെ അതെന്തല്ല, വിജയത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകമല്ല അല്ലേ. അടുത്തത്, ടീച്ചർ കുട്ടിയെ ഓരോ സമയം പ്രോത്സാഹിപ്പിക്കുക. തീർച്ചയായും ടീച്ചർ പ്രോത്സാഹിപ്പിക്കണം, അതൊന്നും ഇതിൻ്റെ തടസ്സപ്പെടുന്ന ഘടകമല്ല. പക്ഷേ ടീച്ചർ കുട്ടികളോട് ഫലപ്രദമായ രീതിയിൽ ആശയവിനിമയം നടത്താതിരിക്കുക എന്ന് പറയുന്നത് എന്താണ്, വിജയത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു ഘടകമാണ് അല്ലേ. അപ്പോൾ ടീച്ചർ എപ്പോഴും ഫലപ്രദമായ രീതിയിൽ തന്നെ ആശയവിനിമയം നടത്തണം എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 9. IAS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥിയെ അനുമോദിക്കാൻ സ്കൂൾ അധികൃതർ ഒരു പരിപാടി സംഘടിപ്പിച്ചു. മാസ്ലോയുടെ സിദ്ധാന്തപ്രകാരം ഇത്തരത്തിൽ അന്തസ്സുള്ള സ്ഥാനത്ത് എത്തിപ്പെടുന്നതിനെ കാണിക്കുന്നത് എന്താണെന്നാണ്? ഓക്കെ, ശാരീരിക ആവശ്യങ്ങൾ ഓർ ഫിസിയോളജിക്കൽ നീഡ്സ്, സുരക്ഷിതത്വ ആവശ്യങ്ങൾ സേഫ്റ്റി നീഡ്സ്, ആത്മാഭിമാന ആവശ്യങ്ങൾ എസ്റ്റീം നീഡ്സ്, ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് അല്ലേ.
ഇവിടെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും IAS ആയല്ലോ, അയാൾ ഏറ്റവും ടോപ്പിലെത്തിയല്ലോ അല്ലേ, സൊസൈറ്റിയിൽ എത്രയോ ലെവലിലെത്തിയല്ലോ, ഹയസ്റ്റ് പോസ്റ്റ് ആയല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ നിങ്ങൾ നേരെ പോയിട്ട് ആത്മസാക്ഷാത്കാരം കൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതല്ല എന്നാണ് ഇവിടെ എന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു ഏറ്റവും ടോപ്പ് റാങ്കിൽ പാസ്സായതേ ഉള്ളൂ. എന്ന് വെച്ചാൽ അന്തസ്സുള്ള ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടതേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ആൻസർ ചെയ്യുന്നത് എന്താ, ഒരു എസ്റ്റീം നീഡ്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ്, ആത്മാഭിമാന ആവശ്യങ്ങൾ അല്ലെങ്കിൽ എസ്റ്റീം നീഡ്സ് ആണ് ആൻസർ. ഓക്കെ, അടുത്തത് എക്സെപ്ഷണൽ കുട്ടികൾ എന്ന വിഭാഗത്തിൽ പെടാത്ത കുട്ടികളെ തിരിച്ചറിയുക. എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ അല്ലേ, അസാധാരണമായ കുട്ടികൾ എന്നാണ് പറയുക. നോക്കാം, പ്രതിഭാധനായ കുട്ടികൾ, മന്ദപഠിതാക്കൾ, പൊണ്ണത്തടിയുള്ള കുട്ടികൾ, മാനസിക വിമന്തരായ കുട്ടികൾ, ഓക്കെ, മെൻ്റൽ ചലഞ്ച് ആയിട്ടുള്ള കുട്ടികൾ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രതിഭാധനായ കുട്ടികൾ എന്ന് വെച്ചാൽ അസാധാരണ കുട്ടികളിൽ പെടുന്നതാണ്, എക്സെപ്ഷൻ ചൈൽഡിൽ പെടുന്നതാണ്. മന്ദപഠിതാക്കൾ അതിൽ പെടുന്നതാണ്, മാനസിക വിമന്തരായിട്ടുള്ള കുട്ടികൾ, ഓക്കെ, അവരൊക്കെ അതിൽ പെടുന്നതാണ്. പക്ഷേ ഓപ്ഷൻ സി ആയിട്ടുള്ള പൊണ്ണത്തടിയുള്ള കുട്ടികൾ എന്തല്ല, അതിൽ ഉൾപ്പെടുന്നത് അല്ല. അപ്പോൾ അസാധാരണ വിഭാഗത്തിൽ പെടാത്തത് ഓപ്ഷൻ സി ആണ്. 11 ഭിന്നശേഷിക്കാരുടെ പുനരധിവാസത്തിനായി 1992 നടപ്പിലാക്കിയ നിയമം ഏതെന്ന് തിരിച്ചറിയുക. ഒന്നാലോചിച്ച് നോക്കിയാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം നിയമങ്ങൾ എനിക്ക് പെട്ടെന്ന് തോന്നിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, നിയമങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്, വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് 1992 എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതാ അതിന് ഷോർട്ടായിട്ട് അവിടെ തന്നത് RCI ആക്ട് അല്ലേ, അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് ആണ് RCI ആക്ട്. ഓക്കെ, അടുത്തത് ഞാൻ കേൾക്കുന്നവ ഞാൻ മറക്കുന്നു, ഞാൻ കാണുന്നവ ഞാൻ ഓർക്കുന്നു, ഞാൻ ചെയ്യുന്നവ ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് ഇതിൽ ഊന്നൽ നൽകുന്നത് എന്നാണ് ചോദ്യം. ഞാൻ കേൾക്കുന്നതൊക്കെ ഞാൻ മറന്നു പോകുന്നുണ്ട്, പക്ഷേ ഞാൻ ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, അതുപോലെ ഞാൻ ചെയ്യുന്നതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്താണ് ഇതിന് അർത്ഥമാക്കുന്നതാണ് പഠനാന്തരണം, അതായത് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, അനുഭവാധിഷ്ഠിത പഠനം എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, നിരീക്ഷണ പഠനം ഒബ്സർവേഷൻ ലേണിംഗ്, അതുപോലെ ആശയ പഠനം കൺസെപ്റ്റ് ലേണിംഗ്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, അനുഭവാധിഷ്ഠിത പഠനമാണ് കേട്ടോ, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. ഇനിയിപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു സംശയം, പിന്നെ ഒരു തോന്നലാണ്, ഇനി പരീക്ഷാവിൻ്റെ കീ വരുമ്പോൾ ഇത് മിക്കവാറും നിരീക്ഷണ പഠനം ആവാനുള്ള സാധ്യത ഉണ്ടോ എന്നൊരു തോന്നലുണ്ട്. പക്ഷേ ആൻസർ അനുഭവാധിഷ്ഠിത പഠനം തന്നെയാണ്. ഓക്കെ, പ്രൊഫഷണൽ കീ വരുമ്പോൾ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. നോക്കാം, താഴെ പറയുന്നവയിൽ പഠന വൈകല്യത്തിൻ്റെ ലക്ഷണം അല്ലാത്തത് ഏത്? പഠന വൈകല്യത്തിൻ്റെ ലക്ഷണം അല്ലാത്തത് നോക്കാം, വായന വൈകല്യം, ഗണിത വൈകല്യം, സംസാര ഭാഷ അപഗ്രഥന വൈകല്യം, ബുദ്ധിപരമായ വൈകല്യം. എല്ലാവരും കേട്ടിട്ടുണ്ടാകും, കാരണം വായന വൈകല്യം അറിയാലോ അല്ലേ, ഗണിത വൈകല്യം എല്ലാവർക്കും അറിയാം, ഡിസ്ലെക്സിയ ഡിസ്കാൽക്കുലിയൊക്കെ അറിയാം. പിന്നെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിസോർഡർ എന്ന് വെച്ചാൽ തന്നെയാണ് നമ്മളെ ഡിസ്ഗ്രാഫിയ അതുപോലെ ഡിസ്ലെക്സിയ ഇതിലൊക്കെ ഉൾപ്പെടുന്ന രണ്ടും കൂടി ക്ലബ് ചെയ്തവർ തന്നേ ഉള്ളൂ. പക്ഷേ ബുദ്ധിപരമായ വൈകല്യം എന്തല്ല, പഠന വൈകല്യമല്ല. അപ്പോൾ അതിൻ്റെ ലക്ഷണമല്ല ഇത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്ലിയർ. അടുത്ത് നമ്മൾ പോകുന്നത് 14ാമത്തെ ചോദ്യം അല്ലേ, 14 അല്ലേ, യെസ്, 14ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. താഴെ പറയുന്നവയിൽ പുരോഗമനോന്മുഖമായ മീൻസ് പ്രോഗ്രസീവ് ഓക്കെ, വിദ്യാഭ്യാസത്തിൻ്റെ മാർഗമായി കണക്കാക്കാത്തത് ഏത്? കറക്റ്റ് ഇവിടെ ലൈനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ക്വസ്റ്റൻ അയച്ചു തന്ന ഒരു ആരാണെന്ന് അറിയില്ല, അവർ നമ്പർ അറിയാം, ജസ്റ്റ് അവർക്ക് എന്തായാലും താങ്ക്സ് അറിയിക്കണം ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇതാ നമ്മളെന്ന് പറഞ്ഞ പോലെ ഈ നെഗറ്റീവ് കണ്ടാൽ ലൈൻ ഇങ്ങനെ വെച്ച് ഇറക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നന്നായിട്ട്. അപ്പോൾ എന്താണ് കണക്കാക്കാത്തത്, നെഗറ്റീവ് വേർഡാണ്. അപ്പോൾ എന്താ വെച്ചത്, താഴെ പറയുന്നവയിൽ പുരോഗമനോന്മുഖമായ വിദ്യാഭ്യാസത്തിൻ്റെ മാർഗമായി കണക്കാക്കാത്തത്, പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായത് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. പ്രശ്നപരിഹാരം, നിരൂപണപരമായ ചിന്ത മീൻസ് ക്രിട്ടിക്കൽ തിങ്കിങ്, സംഘപ്രയത്നം ഗ്രൂപ്പ് വർക്ക്, അതുപോലെ തന്നെ ഉരുവിട്ട് പഠനം റിസൈറ്റ് ആൻഡ് ലേൺ. ഓക്കെ, ഉരുവിട്ട് പഠനം പാടിക്കൊണ്ടിരിക്കുക, വായിച്ച് പഠിക്കൽ. ഓക്കെ, മനസ്സിലാക്കലല്ല, വായിച്ച് നമ്മൾ വൈകാട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ക്ലിയർ. അപ്പോൾ ആൻസർ ഇതാണ്, ഓപ്ഷൻ ഡി ആണ്, ഉരുവിട്ട് പഠനമാണ്. ഇത് എപ്പോഴും എന്താണ് മറവിക്ക് കാരണമാകുന്ന ഒരു കാര്യമാണ് ഈ ഉരുവിട്ട് പഠനം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എന്താ തിയറി ഇങ്ങനെ വായിച്ച് പഠിക്കും, അപ്പോൾ കിട്ടി അല്ലേ, കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ കിട്ടും, പിന്നെ ഒന്ന് റൗണ്ട് അടിച്ച് വരുമ്പോഴേക്കും അതെല്ലാം പോയിട്ടുണ്ടാവും. അപ്പോൾ അത് മറവിക്ക് ഏറ്റവും കൂടുതൽ കാരണമാകും. ക്ലിയർ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അടുത്തത്, ചില ആളുകൾക്ക് തോന്നുന്നുണ്ട് ഇതാണ് ഇങ്ങനെ ജെറ്റ് പോകുന്ന പോലെ പോകുന്നില്ലേ, അങ്ങനെ ഒന്നും തോന്നാൻ പാടില്ല. നമ്മൾ പെട്ടെന്ന് എക്സാം അറ്റൻഡ് ചെയ്ത് വന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് ആൻസർ അറിയുക എന്നുള്ളൊരു ത്വരയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ നമുക്ക് പിന്നീട് ചെയ്യാം. ഓക്കെ, താഴെ പറയുന്നവ ഒരു ക്ലാസ് റൂമിലെ ചില കുട്ടികളുടെ പ്രത്യേകതകളാണ്. ഇവയിൽ ആരെയാണ് നിങ്ങൾ ഡിസ്അഡ്വാൻറ്റേജ്ഡ് ലേണർ എന്ന് വെച്ചാൽ ദുർബലരായ പഠിതാക്കളായിട്ട് കണക്കാക്കുന്നത്? ഓക്കെ, താഴെ പറഞ്ഞതിൽ ക്ലാസ് റൂമിലെ ചില കുട്ടികളുടെ പ്രത്യേകതകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കുട്ടികൾ ആരായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പഠിതാക്കളായിട്ട് നിങ്ങൾ ആരെയാണ് കണക്കാക്കുമെന്ന് ചോദിച്ചത്. നോക്കാം, വിദ്യാഭ്യാസപരമായി മുൻപന്തിയിലുള്ളവർ, അക്കാദമിക്കൽ അഡ്വാൻസ്ഡ്. ഓക്കെ, പഠനത്തിന് തടസ്സപ്പെടുത്തുന്ന സാമൂഹ്യ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നവർ, വൈവിധ്യമാർന്ന പഠനശൈലിയുള്ളവർ, അതുപോലെ ഉന്നത കുടുംബത്തിലുള്ളവർ. ഈ പറഞ്ഞ 4 നമുക്ക് ആരെയാണ് ദുർബലരായ പഠിതാക്കൾ അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ആളുകളായിട്ട് കണക്കാക്കാൻ പറ്റുക? സംശയമൊന്നും വേണ്ട, ഏതാണ് വരിക? ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. പഠനത്തിന് തടസ്സപ്പെടുത്തുന്ന സാമൂഹിക സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നവർ എന്നുള്ളത് തന്നെയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ. അവരെയാണ് നമ്മൾ ദുർബലരായിട്ട് പഠിതാക്കളായിട്ട് ഇവിടെ കണക്കാക്കുക. ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അടുത്തത്,
ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് പ്രസംഗത്തിന് 1ാം സ്ഥാനം ലഭിച്ചു. ഗാർട്ട്നറുടെ അഭിപ്രായത്തിൽ ഏത് തരം ബുദ്ധിശക്തിയാണ് ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തതിലൊക്കെ ഇത് വന്നിട്ടുണ്ട് അല്ലേ. എന്താണ് ഇംഗ്ലീഷ് പ്രസംഗ മത്സരത്തിന് 1ാം സ്ഥാനം? പ്രസംഗം എന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഭാഷയല്ലേ അല്ലേ, ഭാഷയാണ്. അപ്പോൾ എന്താണ്, ഒരു സംശയം വേണ്ട, ഭാഷാപരമായ ബുദ്ധിയാണ്, ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ആണ്. ഇതൊക്കെ എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും, യാതൊരു സംശയം വേണ്ട. ചില പ്രശ്നങ്ങളുള്ള ഒരു കുട്ടിയെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്താൻ ഒരു ടീച്ചർ തീരുമാനിച്ചു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് രീതിയാണ് ഇതിനായി ടീച്ചർക്ക് സഹായകമാകുന്നത്? ചില പ്രശ്നങ്ങളുള്ള ഒരു കുട്ടിയെ ആഴത്തിൽ പഠനം നടത്താനാണ് ടീച്ചർ തീരുമാനിച്ചത്. ഒറ്റക്കുട്ടിയുടെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ, അവനെ ആ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ നടത്തുന്ന ഒരു പഠനം എന്ത് പറയും? ഒരു സംശയം വേണ്ട, എന്താണ്, ക്ലിനിക്കൽ മെത്തേഡാണ്, കേസ് സ്റ്റഡിയാണ്. ഓക്കെ, കേസ് സ്റ്റഡിയാണ്, ഏക വ്യക്തി പഠനം അഥവാ കേസ് സ്റ്റഡിയാണ് ആൻസറായിട്ട് വരിക. ഓക്കെ, വേറെ ഒന്നും വായിച്ചു നോക്കണ്ട. താഴെ പറഞ്ഞതിൽ ഗ്രേഡിംഗ് മാർഗത്തിൻ്റെ ധർമ്മം അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ഗ്രേഡിംഗ് മാർഗത്തിൻ്റെ ധർമ്മം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിളായിട്ടൊരു ക്വസ്റ്റൻ ആണെന്ന് നോക്കാം. ഗ്രേഡിങ്ങിൻ്റെ ധർമ്മം അല്ലാത്തത്: മുൻകൂട്ടി നിർവചിച്ചിട്ടുള്ള മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ തരംതിരിക്കുക, 2 കുട്ടികൾക്കിടയിലുള്ള പഠനത്തിൻ്റെ നിലവാരത്തെ താരതമ്യപ്പെടുത്തുക, കുട്ടികൾക്ക് സ്വയം വിലയിരുത്താനുള്ള വിവരങ്ങൾ ലഭ്യമാക്കുക, അതുപോലെ തന്നെ കുട്ടികളെ പരീക്ഷയിലെ ജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുക. ഇതിലേതാണ് നമുക്ക് ഗ്രേഡിങ്ങിൻ്റെ മാർഗത്തിൻ്റെ ധർമ്മം അല്ലാത്തതായിട്ട് പറയാൻ പറ്റുമോ? സംശയത്തിനൊന്നും ആവശ്യമില്ല. 1 മുൻകൂട്ടി നിർവചിച്ചിട്ടുള്ള മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ തരംതിരിക്കുക. തീർച്ചയായിട്ടും നമ്മൾ ഓൾറെഡി എന്താണ് ഒരു ക്രൈറ്റീരിയാസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ വാല്യൂഷൻ കാര്യങ്ങളൊക്കെ നടത്തുക അല്ലേ. അപ്പോൾ ഇത് ഉറപ്പായിട്ടും തന്നെയാണ്, ശരിയാണ്. 2 കുട്ടികൾക്കിടയിലുള്ള പഠനത്തിൻ്റെ നിലവാരത്തെ താരതമ്യപ്പെടുത്തുക, നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാൻ പറ്റും ഗ്രേഡിങ്ങിലൂടെ, ശരിയാണ്. കുട്ടികൾക്ക് സ്വയം വിലയിരുത്താനുള്ള വിവരങ്ങൾ ലഭ്യമാക്കുക, അതും ശരിയാണ്. പക്ഷേ കുട്ടികളെ പരീക്ഷയിലെ ജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുക, അതെന്തല്ല ഗ്രേഡിങ്ങിൻ്റെ ലക്ഷ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അത് ചിലപ്പോൾ പേരൻസോ ടീച്ചേഴ്സൊക്കെ അറിഞ്ഞൂടാത്ത രീതിയിലൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതല്ല ഗ്രേഡിങ്ങിൻ്റെ ലക്ഷ്യം, അതല്ല. ഓക്കെ, അടുത്തത് പഠനത്തെ സ്വാധീനിക്കുന്ന വ്യക്തിപരമായ ഘടകത്തെ തിരിച്ചറിയുക. പഠനത്തെ സ്വാധീനിക്കുന്ന വ്യക്തിപരമായ ഘടകമാണ്, എൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെയോ പഠനത്തെ സ്വാധീനിക്കുന്ന നമ്മുടെ മാത്രമായ ഘടകം. വിദ്യാലയം, മാധ്യമങ്ങൾ, അധ്യാപകർ, ബുദ്ധിശക്തി. ഏതാ വരുക? വിദ്യാലയം, മാധ്യമം, അധ്യാപകർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായ ഘടകമല്ല. പക്ഷേ ബുദ്ധിശക്തി എന്താണ്? നമ്മുടെ ഘടകമാണ്, വ്യക്തിപരമായ ഘടകമാണ്. അത് നമ്മുടെ പഠനത്തെ സ്വാധീനിക്കാം. അടുത്തത്, ദേഷ്യക്കാരനായ ഒരു വ്യക്തി പട്ടാളത്തിൽ ചേരുന്നു. ഇത് ഏത് സമായോജന ക്രിയാതന്ത്രമാണ്? ദേഷ്യക്കാരനായ ഒരു വ്യക്തിയാണ്, അദ്ദേഹം പട്ടാളത്തിൽ ചേരുന്നു. അവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുക, ദേഷ്യമാണ്, പട്ടാളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കണം അല്ലേ. അപ്പോൾ അത് ഏത് സമായോജന തന്ത്രമാണ്? പശ്ചാത്ഗമനം, റിഗ്രഷൻ, സബ്ലിമേഷൻ അഥവാ ഉദാത്തീകരണം, പിന്നെ റിപ്രഷൻ അഥവാ ദമനം, അതുപോലെ ഡിനയൽ അഥവാ നിഷേധം. ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ്? സംശയം വേണ്ട, ആൻസർ ഓപ്ഷൻ സി, ദമനമാണ്. ദമനം അഥവാ റിപ്രഷൻ. നെക്സ്റ്റ്, ടീച്ചർ 3 ആൺകുട്ടികളെ ക്ലാസ് പ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കുകയും പെൺകുട്ടികൾക്ക് അവസരം നൽകാതിരിക്കുകയും ചെയ്യുന്നു. ഇത് സൂചിപ്പിക്കുന്നത് എന്താ? ടീച്ചർ 3 ബോയ്സിനെ തന്നെ സെലക്ട് ചെയ്ത് പെൺകുട്ടികളെ പരിഗണിക്കുന്നില്ല, അവസരം കൊടുക്കുന്നില്ല. കിട്ടി, ആൻസർ കിട്ടി. ലിംഗ എന്താണ് വരിക? ജെൻഡർ ന്യൂട്രാലിറ്റി, ജെൻഡർ ഇക്വാലിറ്റി, ജെൻഡർ ബയാസ്, ജെൻഡർ ഐഡന്റിറ്റി. എന്താ? പെൺകുട്ടികളെ പരിഗണിക്കുന്നില്ല മീൻസ് എന്താ? അവരെ മാറ്റി നിർത്തി. ഒന്നും വേണ്ട, ലിംഗപക്ഷപാതം. ഓക്കെ, അതന്നെയാണ് ലിംഗപക്ഷപാതം. ഇപ്പോൾ നാളത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ബയാസ് എന്നതിന് പകരം ചിലപ്പോൾ എന്ത് വരും? ഡിസ്ക്രിമിനേഷൻ എന്ന് വരും. ഓക്കെ, വിവേചനം വരും. അത്രയേ ഉള്ളൂ, സംഭവം സെയിമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശാരീരിക ആരോഗ്യം മാനസിക ആരോഗ്യത്തെയും മാനസിക ആരോഗ്യം ശാരീരിക ആരോഗ്യത്തെയും പ്രബലപ്പെടുത്തുന്നു. ഏത് വികാസ തത്വമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക എന്നാണ് പറഞ്ഞത് അല്ലേ. എന്താണ്? ശാരീരിക ആരോഗ്യം മാനസികാരോഗ്യത്തെയും മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യത്തെയും പ്രബലപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞത്. പ്രബലപ്പെടുത്തുന്നു. ഓക്കെ, സ്ട്രെങ്തൻ ചെയ്യുന്നു. അപ്പോൾ ഇത് ഇവിടെ പ്രതിപാദിച്ച് ഏത് വികാസ തത്വമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. നോക്കാം. വികാസം പ്രവചനീയമാണ്, വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, വികാസം ഗതി നിയമം പാലിക്കുന്നു, അതുപോലെ തന്നെ വികാസം അനിസ്യൂതമാണ് എന്നാണ് പറഞ്ഞത്. വികാസം അനിസ്യൂതമാണ്. എന്താണ് സംഭവം? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കണക്ഷനിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സംശയമൊന്നും വേണ്ട, എന്തിനാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു? വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായത് ഏതാണ്? കുട്ടികൾ പഠന പ്രക്രിയയിൽ തെറ്റുകൾ വരുത്തരുത്, കുട്ടികളെ അവരുടെ തെറ്റുകൾക്ക് കഠിനമായി ശിക്ഷിക്കണം, തെറ്റുകൾ വരുത്തുക എന്നത് പഠന പ്രക്രിയയുടെ ഭാഗമാണ്, തെറ്റുകൾ വരുത്തുന്നത് അസാധാരണമായ പ്രവൃത്തിയാണ്. ഇതൊക്കെ പെട്ടെന്ന് ആൻസർ കിട്ടും നിങ്ങൾക്ക്, ഉറപ്പാണ്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എല്ലാവർക്കും ഇത് കിട്ടിയിട്ടുണ്ടാവും. കുട്ടികളെ പഠന പ്രക്രിയയിൽ തെറ്റുകൾ വരുത്തരുത് എന്ന് പറയാൻ പറ്റുമോ? കുട്ടികൾ പഠന പ്രക്രിയയിൽ തെറ്റ് വരുത്തണം, വരുത്തിയിട്ടാണ് അവർ ശരിയാവും അല്ലേ. അപ്പോൾ ഇതെന്തല്ല ശരിയായത് ഏത് എന്നാണ് ചോദിച്ചത്. താഴെ പറയുന്നതിൽ ശരി ഏതാണെന്നാണ് ചോദിച്ചത് അല്ലേ. ശരി ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ കുട്ടികൾ പഠന പ്രക്രിയയിൽ തെറ്റുകൾ വരുത്തരുത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് തെറ്റാണ്. കുട്ടികളെ അവരുടെ തെറ്റുകൾക്ക് കഠിനമായി ശിക്ഷിക്കണം. ഒരു തെറ്റ് പറ്റിയപാട് നമ്മൾ അവരെ ശിക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ അവസ്ഥ അല്ലേ. തെറ്റാണ്. തെറ്റുകൾ വരുത്തുന്നത് അസാധാരണമായ പ്രവൃത്തിയാണ്. എന്താ സാധാരണം അല്ലെ? തെറ്റുകൾ വരുത്തണം സാധാരണമായ പ്രവൃത്തിയാണ്. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്താൽ പറയാൻ പറ്റും ഏതാണ് വരിക. തെറ്റുകൾ വരുത്തുക എന്നത് പഠന പ്രക്രിയയുടെ ഭാഗമാണ്. ശരിയാണ് അല്ലേ, പഠന പ്രക്രിയയുടെ ഭാഗം തന്നെയാണ്. ക്ലിയർ. ഒരുപാട് തവണ നമ്മൾ വീണിട്ടല്ലേ നടക്കാൻ പഠിക്കുക. അപ്പോൾ അതിൽ തന്നെ വീഴരുത് എന്ന് വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോഴും ഇരിക്കുന്നുണ്ടാവും അല്ലേ. അടുത്തത്,
ചാർലി ചാപ്ലിൻ അദ്ദേഹത്തിൻ്റെ നർമ്മബോധത്തിന് പ്രശസ്തനാണ്. അൽപോർട്ടിൻ്റെ അഭിപ്രായത്തിൽ ഇത് എന്തിൻ്റെ ഉദാഹരണമാണ്? ചാർലി ചാപ്ലിൻ്റെ ഏറ്റവും വലിയൊരു ഫാക്ടർ, ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് നർമ്മബോധം, അല്ലേ? കൊമേഡിയനാണ്, ഹ്യൂമർ സെൻസ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് പിന്നെ നമ്മുടെ ആൽപോർട്ടിൻ്റെ സിദ്ധാന്ത പ്രകാരം ഇത് ഏതിലാണ് വരുക? നമ്മൾ ആൽപോർട്ടിൻ്റെ ട്രൈറ്റ് തിയറി പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചായിരിക്കും. നമ്മൾ പറഞ്ഞിട്ട് ഗാന്ധിജിൻ്റെ അഹിംസ, അല്ലേ? ശ്രീബുദ്ധൻ്റെയും അഹിംസ, അങ്ങനെയൊക്കെ നമ്മൾ എടുത്ത് പറഞ്ഞ് മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഘടകം ഏതാ? ഹ്യൂമർ സെൻസ് ആണ്. സോ ഇതെന്താണ്? കാർഡിനൽ ട്രൈറ്റ് അഥവാ മുഖ്യ ഘടകമാണ് ആൻസർ കേട്ടോ. കാർഡിനൽ ട്രൈറ്റ് അഥവാ മുഖ്യ ഘടകം. ചാക്രിക പാഠ്യപദ്ധതി നിർദ്ദേശിച്ചത് ആര്? ചാക്രിക പദ്ധതി നമ്മൾ കഴിഞ്ഞ ദിവസം അടക്കം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചാക്രിക പദ്ധതി, അല്ലേ? ആരാണ്? സർപ്പിള പദ്ധതി, ചാക്രിക പദ്ധതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്പൈറൽ കരിക്കുലം, നോ ഡൗട്ട് ബ്രൂണർ, അല്ലേ? ബ്രൂണറാണ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 26. ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നയിക്കുന്ന പ്രക്രിയയാണ് ഡാഷ്. ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നയിക്കുന്ന പ്രക്രിയ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ലക്ഷ്യപ്രാപ്തിയിലേക്ക് നയിക്കുന്നത്. എന്താണ്? മോട്ടിവേഷൻ അഥവാ അഭിപ്രേരണയാണ്. അഭിപ്രേരണ അഥവാ മോട്ടിവേഷനാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത് 27ാമത്തെ ചോദ്യം. താഴെ പറഞ്ഞ പ്രസ്താവനകൾ വായിക്കുക. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇവയിൽ ഏതൊക്കെയാണ് കുട്ടികളിലെ സർഗ്ഗപരതയെ പരിപോഷിപ്പിക്കാൻ ഒരു ടീച്ചറിന് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഇവയിൽ ഏതൊക്കെയാണ് കുട്ടികളിലെ സർഗ്ഗപരതയെ പരിപോഷിപ്പിക്കാൻ ടീച്ചറിന് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. ഓക്കെ, നോക്കാം. എത്രത്തോളം ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം ചിന്തിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. തീർച്ചയായിട്ടും ചിന്തിക്കണം, അല്ലേ? അടുത്തത്, കുട്ടിയിലെ മൗലികത, ഒറിജിനാലിറ്റി പ്രോത്സാഹിപ്പിക്കുക. പിന്നെയോ, നിശ്ചിതമായും കർക്കശമായതുമായ പ്രവൃത്തി സമ്പ്രദായങ്ങൾ നൽകുക. സ്കൂളിലെ മാർക്കുകൾക്ക് അധിക പ്രാധാന്യം നൽകുക എന്നിങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്താണ് നമുക്ക് എന്താ വേണ്ടത്? ഇവർ ഏതൊക്കെയാണ് കുട്ടികളുടെ സർഗ്ഗപരതയെ പരിപോഷിപ്പിക്കാൻ ഒരു ടീച്ചറിനെ ചെയ്യാൻ കഴിയുന്നത് എന്നാണ് ചോദിച്ചത്, അല്ലേ? ഓപ്ഷൻ നോക്കുക നിങ്ങൾ. ഇങ്ങനെ 1, 2, 3, 4, 3, 4 മാത്രം എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാ? 1, കുട്ടികളുടെ സ്കൂളിലെ മാർക്കുകൾക്ക് അധിക പ്രാധാന്യം നൽകുക. സർഗ്ഗപരതയെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ സ്കൂളിലെ മാർക്കുകൾക്ക് അധിക പ്രാധാന്യം നൽകിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ തന്നെ നിങ്ങൾ പോയി ഓപ്ഷൻ നോക്കുക. 4 വരുന്ന സാധനങ്ങളൊക്കെ അടിച്ചും കളയുക. ഇതാ 4 വരുന്ന 1 ഇതിൽ 4 ഉണ്ട്, അതിനെ കളയുക. 4 ഇവിടെയുണ്ട്, അതും കളയുക. ഇനിയിപ്പോൾ നിങ്ങൾ 1, 2, 3 മാത്രം നോക്കിയാൽ മതി, അല്ലേ? എയും സിയും മാത്രം നോക്കിയാൽ മതി. ഇനി നിശ്ചിതമായതും കർക്കശമായതുമായ പ്രവൃത്തി സമ്പ്രദായങ്ങൾ നൽകുക. കുട്ടികളെ സർഗ്ഗപരത, ക്രിയേറ്റിവിറ്റി ഫോം ചെയ്യണമെങ്കിൽ നിങ്ങൾ അവരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ലേ? ഫിക്സഡ് ആയിട്ടുള്ള റിജിഡായിട്ട് ഹാബിറ്റ് അവർക്ക് വളർത്തിയിട്ട് കാര്യമൊന്നുമില്ല, അല്ലേ? അതും തെറ്റാണ്. അപ്പോൾ 3 പോയി. 3 തെറ്റെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഓപ്ഷൻ സിയും ഇവിടുന്ന് പോയി. ഇനിയിപ്പോൾ 1, 2 ഉള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങൾ അടുത്ത ഡൗട്ടിലേക്ക് പോകണ്ട. എന്തായാലും ഇത് 2 ശരിയായിരിക്കും. എത്രത്തോളം ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം ചിന്തിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. കുട്ടിയിലെ മൗലികതയെ പ്രോത്സാഹിപ്പിക്കുക. 2 ശരിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ 1 and 2. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, 1 and 2. അടുത്തത് സിമ്പിൾ ക്വസ്റ്റ്യൻ ഇതാ. കാതറിൻ ബ്രിഡ്ജസിൻ്റെ അഭിപ്രായത്തിൽ നവജാത ശിശുക്കൾ ഒരേ ഒരു വികാരം മാത്രമേ പ്രകടിപ്പിക്കുകയുള്ളൂ. താഴെ പറഞ്ഞവൽ ഏതാണ്? ഒരേ ഒരു വികാരമേ നവജാത ശിശുക്കൾ കാണിക്കുമല്ലോ. എന്താണ്? ഒരു തരം സന്ത്രാസം, അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പറയും വിക്ഷോഭം, എക്സൈറ്റ്മെൻറ്റ് എന്നൊക്കെ പറയും. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇതാ എക്സൈറ്റ്മെൻറ്റ്. ബാക്കിയൊന്നും ഞാൻ വായിക്കുന്നില്ല, ബ്രിഡ്ജസ് ചാർട്ട് ഒന്ന് പഠിക്കുക. അടുത്തത്, താഴെ പറയുന്നവയിൽ പഠനത്തിൻ്റെ സവിശേഷത അല്ലാത്തതിനെ കണ്ടെത്തുക. പഠനത്തിൻ്റെ സവിശേഷത അല്ലാത്തത്. പഠനത്തിൽ വർത്തന വ്യതിയാനങ്ങൾ ഉൾപ്പെടുന്നു. മീൻസ് ലേണിംഗ് ഇൻവോൾവ്സ് ബിഹേവിയറൽ ചേഞ്ചസ്. പഠനത്തിൽ വർത്തന വ്യതിയാനങ്ങൾ നടക്കുന്നത് പരിശീലനത്തിലൂടെയോ അനുഭവത്തിലൂടെയോ ആണ്. പഠനത്തിൽ വർത്തന വ്യതിയാനങ്ങൾ നടക്കുന്നത് പരിവർത്തനത്തിൻ്റെയും വികാസത്തിൻ്റെയും ഫലമായാണ്. പിന്നെയോ, പഠനത്തിൽ സംഭവിക്കുന്ന വർത്തന വ്യതിയാനങ്ങൾ താരതമ്യേന സ്ഥിരമാണ്. ഓക്കെ, ഇൻ ലേണിംഗ് ബിഹേവിയറൽ ചേഞ്ചസ് ആർ റിലേറ്റീവ്ലി പെർമനൻറ്റ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞാൽ പഠനത്തിൻ്റെ സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചത്. അല്ലാത്തതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി തന്നെയാണ്. ഇതാ പഠനത്തിൽ സംഭവിക്കുന്ന ഈ വർത്തന വ്യതിയാനങ്ങൾ എന്തെന്ന് താരതമ്യേന സ്ഥിരമാണെന്ന് പറഞ്ഞത് ശരിയല്ല, തെറ്റാണ്. ഓക്കെ, ഇൻ ലേണിംഗ് ബിഹേവിയറൽ ചേഞ്ചസ് ആർ റിലേറ്റീവ്ലി പെർമനൻറ്റ് എന്ന് പറയുന്നത് ശരിയല്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നീളമുള്ള ഒരു പാത്രത്തിലും പരന്ന ഒരു പാത്രത്തിലും ഒരേ അളവ് ഐസ്ക്രീം നിറച്ചതിന് ശേഷം 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ മുൻപിൽ വെച്ചാൽ അവൻ നീളമുള്ള പാത്രത്തിലെ ഐസ്ക്രീം തിരഞ്ഞെടുക്കുന്നു. പിയാഷയുടെ അഭിപ്രായത്തിൽ ഈ പ്രത്യേകതയെ വിളിക്കുന്നത് അനിമിസം, സ്വയം കേന്ദ്രീകൃത മനോഭാവം, സെൻട്രേഷൻ, തിരിച്ചു ചിന്തിക്കുക, അല്ലേ? എന്താ? ഒരേ ക്വാണ്ടിറ്റി ഐസ്ക്രീമാണ്. ഒന്ന് നീളമുള്ള പാത്രത്തിൽ കൊടുത്തു, പിന്നെന്താ കൊടുത്തത്? പിന്നെ ഒരു നീളമുള്ള പാത്രത്തിൽ, ഒന്ന് പരന്ന പാത്രത്തിൽ, അല്ലേ? കുറച്ച് പരന്ന പാത്രത്തിലും കൊടുത്തു. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് കുറേ ക്വാണ്ടിറ്റി ഉള്ളതായിട്ട് തോന്നുന്നു, അല്ലേ? അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഇത് സെലക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇത് വേറെ രീതിയിലും ചോദിക്കാറുണ്ട്. പിന്നെന്താണ്? പിസ്സ. ഇപ്പോൾ പിസ്സ നിങ്ങൾ വാങ്ങി, എന്തോ ആവട്ടെ, കേക്കോ പിസ്സയോ എന്തോ ആവട്ടെ, അത് നിങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു കുട്ടിക്ക് ഒരു 5 പീസ് കൊടുത്തെന്ന് വിചാരിക്കുക. 5 പീസ് ഒരു കുട്ടി കൊടുത്തു. ചെറിയ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു? നിങ്ങൾ അതിനേക്കാൾ വലുതാവുന്ന ഒരു പീസും കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ അവരെന്ത് വിചാരിക്കുക? ഏറ്റവും കൂടുതൽ കിട്ടിയത് ഈ ചെറിയ കുട്ടിക്ക് തന്നെയാണ്, വലിയ പീസ കിട്ടിയത്. പക്ഷേ അവൻ വിചാരിക്കൽ മറ്റേവർക്ക് 5 പീസ് കൊടുത്തില്ല, എനിക്ക് ഇത്രയേ ഉള്ളൂ, അപ്പോൾ ഇത് വേണമെന്നുള്ളൊരു വാശി. ഓക്കെ, ഒരാഗ്രഹം. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സെൻട്രേഷൻ ആണ്. ഇത് കേട്ടോ, പിയാഷയുടെ ഇത് പ്രകാരം സെൻട്രേഷൻ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ.
അപ്പോൾ ഇത്രയാണ് നമ്മളെ ഇന്നത്തെ പിന്നെ സൈക്കോളജിയിലെ ചോദ്യങ്ങൾ നിങ്ങൾ ഇനിയിപ്പോൾ നിങ്ങളൊരു റിവ്യൂ ആണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് 30 എണ്ണത്തിൽ ഏകദേശം എത്രത്തോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യം എന്ന് തന്നെ അറിയിക്കുക. അതൊരിക്കലും നിങ്ങൾ മാർക്ക് കൂട്ടുമെന്ന് വേണ്ട, ഞാൻ വെറുതെ നിങ്ങളോട് ജസ്റ്റ് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും 150 കൂടെ കൂട്ടി നിങ്ങൾ മൊത്തം മാർക്ക് സ്കോർ ഇപ്പം കൂട്ടിയെടുക്കാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ ചെയ്യേണ്ട, പ്രൊഫഷണൽ ആൻസർക്ക് വരട്ടെ എന്നിട്ട് മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങളത് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുക പിന്നീട്. ക്ലിയർ? അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് അറിയിക്കുക, അഭിപ്രായം അറിയിക്കണം. എത്രത്തോളം നിങ്ങൾക്ക് നമ്മുടെ സെഷനും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. എല്ലാവരും ഇപ്പോൾ അടുത്ത എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.